11 ദിവസത്തെ നീണ്ട വിവാഹ ചടങ്ങാണ് ഞങ്ങൾക്കുള്ളതെന്ന് റോബിനും ആരതിയും നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വെച്ച് തന്നെ പ്രേക്ഷകരെല്ലാവരും ഇവരുടെ വിവാഹ ചടങ്ങുകൾ എന്തൊക്കെയായിരിക്കും എന്നായിരുന്നു നോക്കിയിരുന്നത്. ഇപ്പോൾ ചിലതിന്റെ ചിത്രങ്ങൾ പുറത്തു വരുമ്പോൾ വ്യത്യസ്തമാർന്ന പല ചടങ്ങുകളും ഇവർക്കുണ്ടായിരുന്നതായി തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നുണ്ട്. അതിലൂടെയാണ് ഇപ്പോൾ പല ചിത്രങ്ങളും പ്രേക്ഷകർക്ക് ലഭിച്ചിരിക്കുന്നതും. കഴ്വാ എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്. നോർത്ത് ഇന്ത്യയിലൊക്കെ തന്നെ വളരെയധികം വിപുലമായൊരു ചടങ്ങാണ്. ആ ചടങ്ങിൽ കല്യാണത്തിന് വേണ്ടി വധു വ്രതമിരിക്കുന്നൊരു ചടങ്ങാണ്. അതൊക്കെ തനിക്ക് വേണമെന്ന ആരതിയുടെ വാശിയായിരുന്നു. അതായത് റോബിനെ സ്വീകരിക്കാൻ ശരിക്കും പറഞ്ഞാൽ ആരതി വ്രതം അനുഷ്ഠിച്ചു എന്ന് തന്നെ പറയുന്നു. സൂര്യൻ ഉദിക്കുന്നത് തൊട്ട് അടുത്ത സൂര്യൻ ഉദിക്കുന്നത് വരെയാണ് ഈ വ്രതമുള്ളത്. ആ വ്രതത്തിനെയാണ് ഇപ്പോൾ ആഘോഷമാക്കിയിരിക്കുന്നത്. ആരതി റോബിനെ സ്വന്തമാക്കാൻ വ്രതം വരെ എടുത്തുവെന്ന് പറഞ്ഞപ്പോൾ അതെല്ലാവർക്കും ഞെട്ടലായി മാറുകയാണ്. ആരും ആദ്യം ഇത് വിശ്വസിച്ചില്ല, പിന്നാലെയാണ് അത് വിശ്വസിക്കുന്നത്. ഇവരുടെ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോഴാണ് ഇപ്പോൾ കർവാ ചൗത്തിന്റെ വിശേഷങ്ങൾ പുറത്തു വരുന്നത്. സൂര്യാസ്തമയം വരെ ജലപാനം പോലും കഴിക്കാതെയാണ് ഈ ഉപവാസം നടത്തുന്നത്. ഭർത്താവിന്റെ ഉയർച്ചയ്ക്കും ആയുസ്സിനും വേണ്ടി പ്രാർത്ഥിക്കുക, അത് മാത്രമാണ് ആ ദിവസം വധുവിന് ചെയ്യാനാവുന്നത്. ആഘോഷത്തിലായിരിക്കും ഇത് ഉൾപ്പെടുന്നത്. ആഘോഷത്തിലിരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാത്തതോ ഉപവസിക്കുന്നതോ ഒന്നും തന്നെ അതിൽ മറന്നു പോകുമെന്നും അത് ഓർക്കില്ല എന്നതുമായിരുന്നു ഇവരുടെ ഏറ്റവും വലിയ ഒരു ചടങ്ങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആരതി അത്തരത്തിൽ വ്രതമെടുത്തപ്പോൾ തന്നെ എല്ലാവരും അതിന് സഹായിച്ചു. ഏറ്റവും കൂടുതൽ സഹായിച്ചത് റോബിൻ തന്നെയാണ്. ഞങ്ങളുടെ നല്ല ജീവിതത്തിന് വേണ്ടിയാണ് അവളെ തീരുമാനമെല്ലാം എടുത്തത്. അതെനിക്ക് മനസ്സിലാകും. എൻ്റെ ഏറ്റവും മോശപ്പെട്ട സമയത്ത് എൻ്റെ ജീവിതത്തിലേക്ക് വന്ന വ്യക്തിയാണ്. ആരോരുമില്ലാതെ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി വളരെയധികം തളർന്ന് ക്ഷീണിതനായുള്ള അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഞാൻ ആരതിപ്പൊടിയെ ജീവിതത്തിൽ കാണുന്നത് കഴിഞ്ഞ ദിവസം റോബിൻ പറഞ്ഞെത്തിയിരുന്നു. അന്ന് തന്നെ ഇവളെ ഞാൻ സ്വന്തമാക്കുമെന്നെ മനസ്സിൽ എവിടെയൊക്കെയോ ആരൊക്കെയോ പറഞ്ഞതുപോലെ തന്നെ ഉണ്ടായിരുന്നുവെന്ന് റോബിൻ പറയുന്നു. അവിടെ നിന്ന് തുടങ്ങിയ യാത്രയാണ്. പലതും പിന്നിട്ടു, പലതും കരിഞ്ഞുപോയി. പലരും പറഞ്ഞു പിരിഞ്ഞുവെന്ന്, ഇവർ വിവാഹം കഴിക്കില്ല എന്ന്. എന്നാൽ അവരുടെ മുന്നിലൊക്കെ ഇന്ന് ജീവിച്ച് ഭാര്യയും ഭർത്താവുമായി നിൽക്കുന്നു. ഇതൊരു വലിയ വിജയം തന്നെയാണ്, ഇതൊരു ആഘോഷം തന്നെയാണെന്ന് റോബിൻ കഴിഞ്ഞ ദിവസം പോസ്റ്റ് പങ്കുവച്ചിരുന്നു. ഈ പോസ്റ്റ് ഇത്രയും നാളും പങ്കുവയ്ക്കാതെ കാത്തു സൂക്ഷിച്ചിരുന്നതിന് പല കാരണങ്ങളുണ്ട്. ഈ ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്, ഈ ഒരു ദിവസം എത്താൻ വേണ്ടി തന്നെയാണ് ഞാൻ കാത്തിരുന്നതെന്ന് റോബിൻ വീണ്ടും പറയുന്നു. റോബിൻ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ആരതിയും റോബിനും എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് ഈ നിലയിൽ വരെ എത്തിയതെന്ന് മനസ്സിലാകുന്നുണ്ടെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട്. ചടങ്ങുകളെല്ലാം മുറ പോലെ നടന്നിട്ടുണ്ട്. അതിനാൽ തന്നെ സന്തോഷത്തോടെ ഇതും ചെയ്തു എന്നായിരുന്നു ആരതി കുറിച്ചത്. കർവാ ചൗത്തിനെതിരെ പ്രാധാന്യത്തെക്കുറിച്ചും ബോളിവുഡ് താരസന്ധ്രികൾ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ കോസറ്റിയിലും സെറ്റായിരിക്കുന്നത് ഞാൻ തന്നെയാണെന്ന് ആരതി പറഞ്ഞു. അതുകൊണ്ട് തന്നെ കുതിരപ്പുറത്ത് രാജകുമാരനെ പോലെ വന്നിറങ്ങുന്ന റോബിന്റെ ചിത്രവും ആരതി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ചടങ്ങുകളൊക്കെ തന്നെ കാണാൻ കഴിയുന്നതിൽ സന്തോഷമുണ്ട് എന്നാണ് കമന്റുകളിൽ കുറിച്ചിരുന്നത്. ചാന്ദിനി ഫംഗ്ഷൻ അഥവാ കർവാ ചൗത്ത് ഇതൊരു പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്. വിവാഹിതയായ പെൺകുട്ടിക്ക് നിർണായകമായ ചടങ്ങാണിത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഇത് നടന്നത്. ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ആരതിയും റോബിനും പങ്കിട്ട പുതിയ വിശേഷത്തിലൂടെ പ്രേക്ഷകർ ഇതെല്ലാം മനസ്സിലാക്കുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.